ചൈനയിൽ നടന്ന ലോക സ്കൂൾ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത മലയാളി താരങ്ങൾക്കും മത്സരം നിയന്ത്രിച്ച മലയാളി റഫറിക്കും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. ചാമ്പ്യൻഷിപ്പിൽ മത്സരങ്ങൾ നിയന്ത്രിച്ച സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ കായിക അധ്യാപകൻ ജിബിൻ ജോർജ്, ഇന്ത്യൻ ടീമിനായി മത്സരിച്ച ആദിത്യ എം, ആദികൃഷ്ണ NJ എന്നിവർക്കാണ് SAC ഗോതുരുത്തും എറണാകുളം ജില്ലാ വോളിബോൾ അസോസിയേഷനും സംയുക്തമായി സ്വീകരണമൊരുക്കിയത്. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR സൈജൻ, ചേന്നമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് PA ഹരിദാസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെസി സെബാസ്റ്റ്യൻ, വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് KS സനീഷ്, ബ്ലോക്ക് മെമ്പർ ജോർജ് വർഗീസ്, പഞ്ചായത്ത് മെമ്പർമാരായ ഷിപ്പി സെബാസ്റ്റ്യൻ, ഷാലി ആന്റണി, ആൽറിൻ K ജോബോയ്, SAC ക്ലബ്ബ് സെക്രട്ടറി ആന്റണി നെച്ചിപ്പറമ്പിൽ, വിദ്യാഭ്യാസ വകുപ്പ് സൂപ്രണ്ട് ജോബി തോമസ്, ഇന്റർനാഷണൽ വോളിബോൾ താരം PC ഗോപിദാസ്, ഇന്റർനാഷണൽ വോളിബോൾ കോച്ചും മുത്തൂറ്റ് അക്കാദമി ടെക്നിക്കൽ ഡയറക്ടറുമായ ബിജോയ് ബാബു, സംസ്ഥാന വോളിബോൾ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ബെന്നി TR, ജില്ലാ വോളിബോൾ അസോസിയേഷൻ ട്രഷറർ അജിത് കുമാർ, റഫീസ് ബോർഡ് കൺവീനർ ജയദീപ് CS, പറവൂർ കായിക അധ്യാപക പ്രതിനിധി ദിനിൽ കുമാർ, സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് നവിത മേരി, വൈസ് പ്രസിഡന്റ് വിനോജ് ജോസഫ്, മുത്തൂറ്റ് വോളിബോൾ അക്കാദമി കോച്ചുമാരായ രാജൻ C, ശരത് കുമാർ TP, നവ്യ KS, അക്കാദമി കായിക താരങ്ങൾ എന്നിവർ ചേർന്നാണ് സ്വീകരണം നൽകിയത്. ന്യൂസ് ബ്യൂറോ. കേരളത്തിനും അതിലുപരി പറവൂരിലെ ജനാവലിക്കും ഏറ്റവും അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു നിമിഷമാണ് ഇന്ന്. എന്തുകൊണ്ടെന്നാൽ ചൈനയിൽ വെച്ച് നടന്ന ലോക വോളിബോൾ ടൂർണമെന്റിൽ അത് നിയന്ത്രിക്കാനായിട്ടുള്ള റെഫറിയായി നമ്മുടെ പറവൂരിലെ ഗോതുരത്ത് സ്കൂളിലെ അധ്യാപകൻ കൂടിയായ ജിബി സാറും, അതോടൊപ്പം തന്നെ രാജ്യത്തിന് വേണ്ടി കളിക്കാൻ സാധിച്ച, അതോടൊപ്പം തന്നെ 5ാം സ്ഥാനത്ത് എത്തുകയും ചെയ്ത ആദികൃഷ്ണ നമ്മുടെ പറവൂരിലെ വാവക്കാട് സ്വദേശിയാണ്. അതോടൊപ്പം തന്നെ പാലക്കാട് നിന്നും നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളിച്ച ആദിത്യ, ഇവരെല്ലാം നമുക്ക് വളരെ അഭിമാനകരമായിട്ടുള്ള നിമിഷങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവർക്ക് മൂവർക്കും പറവൂരിലെ ജനാവലിയുടെയും പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെയും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും പിന്തുണകളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. തീർച്ചയായും മലയാളിക്കായ അഭിമാനം ഇന്ത്യക്കായ അഭിമാനമായി ഇന്നിവിടെ എത്തിയിരിക്കുക. വടക്കേക്കരയെ സംബന്ധിച്ച് വോളിബോൾ ഗ്രാമം എന്ന അത് വീണ്ടും വീണ്ടും ഉറപ്പിക്കാൻ കഴിയുന്ന വടക്കേക്കര ഗ്രാമപഞ്ചായത്തിന് ഏറ്റവും അഭിമാനത്തിന്റെ നിമിഷം കൂടിയാണ് ഇന്നത്തെ ദിവസം. അതോടൊപ്പം തന്നെയാണ് പാലക്കാടിൽ നിന്നുള്ള നമ്മുടെ മകള്. തീർച്ചയായും ഇന്ത്യക്ക് വേണ്ടി കളിച്ച ആദി സ്വാഭാവികമായിട്ട് മലയാളിയുടെ സാന്നിധ്യമായി നമുക്കിവിടെ
നമ്മളോടൊപ്പം തന്നെ അവരുടെ നാടും അവിടെ വലിയ സ്വീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ നാട്ടിൽ നിന്നുള്ള സ്വീകരണം ഏറ്റുവാങ്ങാൻ ആ കുട്ടിയും ഇവിടെ എത്തിയിട്ടുണ്ട്. തീർച്ചയായും പുതിയ തലമുറയ്ക്ക് ഇതൊരു വലിയൊരു അനുഭവമായിരിക്കും. നമ്മുടെ മറ്റു മക്കളിവിടെ കളിക്കുന്ന എല്ലാ മക്കളും എത്തിയിട്ടുണ്ട്. അവർക്ക് നാളെ ഇതുപോലെ ഇന്ത്യ നേടണം എന്ന ചിന്തയും ഉണർത്താൻ വേണ്ടി ആ കോച്ചുമാർ നടത്തിയ ഇടപെടലും എടുത്തു പറയേണ്ടതാണ്. തീർച്ചയായും നാടിനാകെ അഭിമാനിക്കുന്ന നാളുകളിലും അവരെ ഇതുപോലുള്ള എല്ലാ ഗ്രാമപഞ്ചായത്തുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇവരെ ആദരിക്കപ്പെടുമ്പോഴാണ് മറ്റു കുട്ടികൾക്കും അത് നാളെ എനിക്കും നേടണം എന്ന ചിന്ത ഉയർത്താൻ കഴിയും. തീർച്ചയായും ഈ അനുമോദന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഏറ്റവും ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും വേണ്ടി അവരൊരിക്കൽ കൂടി വീണ്ടും അഭിനന്ദിച്ചുകൊണ്ട് നാളുകളിൽ ഇതിലും വലിയ പടികൾ കയറാൻ അവർക്ക് കഴിയട്ടെ എന്ന് കൂടി അഭിനന്ദിക്കും. ലോക അണ്ടർ 18 സ്കൂൾ വേൾഡ് ചാമ്പ്യൻഷിപ്പില് ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിച്ച് കേരളത്തിന്റെ ആദി കൃഷ്ണ, അതുപോലെ തന്നെ ആ മത്സരം നിയന്ത്രിക്കാനായിട്ട് ഇന്ത്യയിൽ നിന്ന് നിയമിതനായ എൻ്റെ പ്രിയ സുഹൃത്ത് ജിബിൻ, അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി സ്വദേശിനിയായ ആദിത്യ എന്നിവർ വളരെ ഉജ്ജ്വലമായ പ്രകടനത്തിന് ശേഷം കേരളത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുക. അവർക്ക് വളരെ പ്രൗഢഗംഭീരമായ ഒരു സ്വീകരണമാണ് കേരളത്തിന്റെ വോളിബോൾ പ്രേമികൾ, രാഷ്ട്രീയ നേതാക്കൾ, അതുപോലെ തന്നെ ജില്ലാ വോളിബോൾ അസോസിയേഷൻ ഭാരവാഹികൾ, മുൻകാല കായിക താരങ്ങൾ, മുത്തൂറ്റ് വോളിബോൾ അക്കാദമി എല്ലാവരും ചേർന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നൽകിയത്. ഇതുപോലെ ഒരു സ്വീകരണ ചടങ്ങിന് ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ അഭിമാനമുണ്ട്. കാരണം ഈ ആദി കൃഷ്ണ എന്ന് പറയുന്ന ആ കളിക്കാരൻ കേരള വോളിബോളിന് സംഭാവന ചെയ്തതിന് പിന്നില് ആദി കൃഷ്ണയുടെ കുടുംബത്തിന്റെ വളരെ വലിയൊരു പിന്തുണയുണ്ട്. ആദി കൃഷ്ണയുടെ അച്ഛൻ ഒരു വോളിബോൾ കളിക്കാരനായിരുന്നു. ആ കുടുംബം അവരുടെ സ്വന്തം സ്ഥലം, ഏകദേശം 20 സെന്റോളം സ്ഥലം ഒരു വോളിബോൾ സ്റ്റേഡിയം നിർമ്മിക്കാൻ വേണ്ടി സൗജന്യമായി വിട്ടു നൽകിയിരിക്കുകയാണ്. ചൈനയിൽ വെച്ച് നടന്ന 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ നടന്ന വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ അതിനെ നിയന്ത്രിക്കാൻ പറവൂരുള്ള ചേന്നമംഗലം പഞ്ചായത്തിലെ ഗോതിരത്ത് പ്രദേശത്തുള്ള ശ്രീ ജിബിൻ, ഗോതിരത്ത് സ്കൂളിലെ മാഷാണ്. അദ്ദേഹത്തിന് അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞതിൽ കേരളത്തിലെ ജനങ്ങൾക്കോടൊപ്പം ചേന്നമംഗലം പഞ്ചായത്തിൽ ഗോതിരത്ത് പ്രദേശത്തെ ആളുകളും വളരെയധികം സന്തോഷത്തിലാണ്. നമ്മൾക്കറിയാം, കഴിഞ്ഞ ദിവസം നടന്ന മത്സരങ്ങളിൽ അതിനെ നിയന്ത്രിക്കുവാൻ ചൈനയും ഫ്രാൻസും തമ്മിലുള്ള മത്സരത്തിൽ അതിന്റെ സെക്കൻഡ് റഫറിയായി ഫുൾ ടൈം അത് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ആ മത്സരത്തിൽ പങ്കെടുത്ത നമ്മുടെ വടക്കേക്കരയിലുള്ള ആ കുട്ടിക്കും അവർക്ക് രണ്ടുപേർക്കും എല്ലാവിധ അനുമോദനങ്ങളും രേഖപ്പെടുത്തുകയാണ്. ഇതൊരു വലിയ ഒരു ചരിത്ര സംഭവമായി മാറിയിരിക്കുകയാണ്. ഗോതിരത്ത് പ്രദേശത്തുള്ള എല്ലാവർക്കും, ചേന്നാലം പഞ്ചായത്തിൽ താമസിക്കുന്നവർക്കും വളരെ അഭിമാനത്തോടുകൂടി ഇതിനെ ആഘോഷിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അദ്ദേഹത്തിന്റെ എല്ലാവിധ പഞ്ചായത്തിന്റെ പേരിൽ എല്ലാ ഇങ്ങനെ ഒരു സ്വീകരണം ഇവിടെ ലഭിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി കുട്ടികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബിജോയ് ചേട്ടൻ പറഞ്ഞതുപോലെ തികച്ചും മറ്റു കുട്ടികൾക്കൊരു പ്രചോദനമാകട്ടെ. രാജ്യത്തിന്റെ 5ാമത്തെ സ്ഥാനത്തേക്ക്, വേൾഡിലെ 5ാം സ്ഥാനത്തേക്ക് ഇന്ത്യ എത്തിക്കുന്നതിന് വേണ്ടി ഏറ്റവും മുൻപിൽ നിന്ന് കളിച്ചൊരു വ്യക്തി കൂടിയാണ് അതുപോലെ തന്നെ ആദിത്യ പെൺകുട്ടികളുടെ റാങ്കിങ്ങിന്റെ ലിസ്റ്റ് എത്തിയിട്ടില്ല എങ്കിലും വളരെ മികച്ച പ്രകടനമാണ് നടത്തിയത്. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലെ കളിയെല്ലാം നിയന്ത്രിക്കാൻ ഒരു അവസരം ലഭിച്ചു. അതിലൊരു കാരണക്കാരൻ ഗോപിദാസ് ചേട്ടൻ കൂടിയാണ്. ഗോപിദാസ് ചേട്ടനെ കൂടി ഈ നിമിഷം ഞാൻ ഓർക്കുന്നു. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സ്വീകരണം എത്തിച്ചേർന്ന വോളിബോൾ അസോസിയേഷൻ, മുത്തൂറ്റിന്റെ ഭാരവാഹികൾ, അതുപോലെ ക്ലബ്ബ് ഭാരവാഹികൾ, നമ്മുടെ ഇന്ത്യയുടെ തന്നെ അഭിമാനമായി മാറിയ നമ്മുടെ ജിബിൻ സാറിനും അതുപോലെ തന്നെ ആദിത്യ, പാലക്കാട് നിന്നുള്ള ആദിത്യനും, ഇവർക്ക് 3 പേർക്കും ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ ചേന്നാങ്കലം സർവീസ് സഹകരണ ബാങ്കിന്റെ പേരിലും നമ്മുടെ നാടിന്റെ പേരിലും ഞാൻ എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും അതുപോലെ തന്നെ അവർക്ക് പ്രത്യേക ആശംസകളും അറിയിച്ചുകൊണ്ട് എൻ്റെ നിർത്തുന്നു.